ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല ഫോട്ടോകളും വീഡിയോകളും ഉണ്ടാകും. അത് നമ്മുടെ ഗാലറിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും എടുത്ത് നമ്മുടെ മൊബൈൽ നോക്കുമ്പോൾ അത് അബദ്ധവശാൽ അത് കാണുകയും കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റകൾ സേഫായി സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ടാകും, ഇത് സേഫാണോ അല്ലെങ്കിൽ അത് വല്ലവരും ചോർത്തുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഇന്നത്തെ വീഡിയോ നോക്കുന്നത് വളരെ സേഫായിട്ട് നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ഏത് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ പോലും രഹസ്യമായി ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയുള്ളൊരു ഗൂഗിളിൻ്റെ ഒരു ആപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഈ ആപ്പ് ഉണ്ടാകും. നമ്മുടെ മൊബൈലിൽ ഈ ആപ്പ് ഇല്ലെങ്കിൽ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ സേഫ് ഫോൾഡർ എന്നുള്ള ഒരു ബോക്സ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി ഓൺ ചെയ്യുമ്പോൾ അവിടെ നമ്മളോട് അവർ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുവാൻ പറയും. അതിൽ നമ്മൾ നമ്പറോ അല്ലെങ്കിൽ പാറ്റേണോ കൊടുത്ത് നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് അവിടെ ഒരു സേഫ് ഫോൾഡർ ക്രിയേറ്റ് ആവുകയുള്ളൂ. സേഫ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഏത് ഫയലാണോ നമ്മൾക്ക് സേഫ് ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മൂവ് ടു സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്കറിയാം നമ്മൾ മുൻപ് കൊടുത്ത ആ പാസ്വേഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഫയൽ മൂവ്ഡ് എന്ന് താഴെ എഴുതി കാണിക്കും. ഇനി നമുക്ക് ആ ഫയൽ കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് പോയതിന് ശേഷം സേഫ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അവിടെ കാണാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഗൂഗിൾ ഫയൽസിൽ സേഫ് ഫോൾഡർ ആരും കാണാതിരിക്കാൻ വേണ്ടി മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ഒന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹൈഡ് സേഫ് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡേഴ്സ് നമ്മുടെ സേഫ് ഫോൾഡർ ഹൈഡ് ആവുകയും പിന്നെ അത് ആരെങ്കിലും പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അതവിടെ കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്കത് വീണ്ടും അവിടെ കാണണമെങ്കിൽ വീണ്ടും നമ്മൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഷോ സേഫ് ഫോൾഡർ എന്ന് എഴുതി കാണിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേഫ് ഫോൾഡർ ഓപ്പൺ ആവുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പേഴ്സണലായിട്ടുള്ള ഡാറ്റകളും ഒരു സേഫ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എല്ലാം സേഫായിട്ട് തന്നെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.